പാട്ടും ഊത്തും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭാരതീയ ഭാര്യാസങ്കല്പം എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനോടനുബന്ധിച്ചുള്ള ഒരു പാട്ടും നമുക്കിതിൻ്റെ കൂടെ പാടാം. അപ്പോൾ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്, മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാരതീയ ഭാര്യാസങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബന്ധമല്ല, അത് ധർമ്മം, സ്നേഹം, ആത്മീയത, ശാന്തി, സമത്വം എന്നിവയുടെ സംയോജനമാണ്. ഭർത്താവിനോടും കുടുംബത്തിനോടും സമൂഹത്തോടും അതുപോലെ ആത്മീയപരമായി ഈശ്വരനോടും ബന്ധപ്പെടുന്ന സ്ത്രീയുടെ ആത്മീയ പദവിയാണ് ഭാര്യ എന്ന് പറയുന്നത്. ഇതെല്ലാ മതങ്ങളിലും മറ്റ് ഇതര മതങ്ങളിലൊക്കെ ഇതേപോലെ തന്നെ സ്ത്രീക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഒരു അർദ്ധനാരീശ്വരൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുടുംബത്തിലെ ഒരു കാര്യം തന്നെ, അത് മൊത്തത്തിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ അവിടെ സ്ത്രീയുടെ പ്രാധാന്യം ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അപ്പോൾ സ്ത്രീയുടെ അഭിപ്രായത്തിന് അതിൻ്റെ മാന്യത കൊടുക്കണം. അതുപോലെ അത് പൂർണ്ണമാവണമെങ്കിൽ സ്ത്രീയും കൂടി വേണം എന്നുള്ളതാണ് ഓരോ കാര്യവും. അപ്പോൾ അത്രയും പ്രാധാന്യം സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് 1986 തോന്നുന്നു, അതെ, 1986 എസ് രമേശൻ നായർ എഴുതി KJ യേശുദാസ് പാടിയ ഭാര്യാസങ്കല്പത്തിൻ്റെ നല്ലൊരു പാട്ട് സംഗീതം ചെയ്തത് MG രാധാകൃഷ്ണനാണ്. ആ പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യദേവിയാണെപ്പോഴും ഭാര്യ. ഭൂമിയെക്കാളും ക്ഷമയുള്ള സൗഭാഗ്യദേവിയാണെപ്പോഴും ഭാര്യ. മന്ദസ്മിതങ്ങളാൽ നേറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ. മന്ദസ്മിതങ്ങളാൽ നേറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. നീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന സ്വർണപ്രഭാമയി ഭാര്യ.
കണ്ണുനീർത്തുള്ളിയിൽ മഴവില്ലു തീർക്കുന്ന സ്വർണപ്രഭാമയി ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. കാര്യത്തിൽ മന്ത്രിയും കർമ്മത്തിൽ ദാസിയും രൂപത്തിൽ ലക്ഷ്മിയും ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എന്ത് രസമല്ലേ ഭാര്യയെക്കുറിച്ച് ഇത്രയും വലിയ സങ്കല്പങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. ഭാര്യ ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.